PPE കിറ്റ് കോവിഡ് കാലത്ത് PPE കിറ്റ് വാങ്ങിച്ചത് സംബന്ധിച്ച് അത് അന്ന് ലഭ്യമായതിനേക്കാൾ കൂടിയ തുകയ്ക്ക് അത് 100% വരെ വിപണി വിലയേക്കാൾ കൂടുതൽ വാങ്ങിച്ചു എന്നുള്ളതാണ് അന്ന് ഉയർന്നിരുന്ന ആരോപണം. അത് C&AG റിപ്പോർട്ടിൽ ഇതേക്കുറിച്ച് പരാമർശമുണ്ട്. എന്നാൽ അതിലൊരു അപാകതയുമില്ലെന്നാണ് അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് പറയുന്നത്. കോവിഡ് കാലത്ത് സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തിയിട്ടുണ്ട്. CAG എന്ത് സ്ഥിതിവിവര കണക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ഉണ്ടാക്കിയതെന്ന് അറിയില്ല. തനിക്ക് എമർജൻസി പർച്ചേസ് കമ്മിറ്റിയിലാണ് വിശ്വാസം എന്ന് BJPയുടെ C&AGയിലല്ല എന്നാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക് പറയുന്നത്. അങ്ങനെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അർജന്റായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി സർക്കാർ എമർജൻസി പർച്ചേസ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ. ആ കമ്മിറ്റിയെ തീരുമാനിക്കുക PPP കിറ്റ് എത്ര സ്റ്റോക്ക് ഉണ്ട്, കൂടുതൽ രോഗി വരുമ്പോൾ കൂടുതൽ വേണ്ടി വരില്ലേ, അത് നാളെ കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും എന്നൊക്കെ അവരുടെ ഉത്തമ വിശ്വാസത്തിലുള്ള വിലയിരുത്തലാണ്. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ വില കൂടിയാലും മേടിക്കും. CAG റിപ്പോർട്ട് ഈ പറയണത് ഇതിനേക്കാൾ കുറഞ്ഞ വിലക്കപ്പ കിട്ടുമായിരുന്നു മാർക്കറ്റിൽ നിന്ന്. ഏത് കിട്ടുമായിരുന്നു? എന്ത് ഡേറ്റയാണ് അവർ താരതമ്യപ്പെടുത്തിയത്? സർക്കാരിനെ ചെളിവാരി കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു വസ്തുവാണ് കുറഞ്ഞു കിട്ടും. CAG ആണെങ്കിൽ കണക്ക് വെക്കണം. ആ സുരക്ഷ കാലത്ത് എമർജൻസി പർച്ചേസ് നടത്താൻ വേണ്ടി എമർജൻസി കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി പരിശോധിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ ശരിയായിരുന്നു എന്നുള്ളത് കേരളത്തിലെ കോവിഡ് അനുഭവം തെളിയിച്ചിട്ടുണ്ട്.